കാശുള്ളതിന്റെ ഒരു കഴപ്പില്ല മനസ്സിലായി. നമ്മളന്ന് പോയത് വഴിയല്ലേ? അല്ല അങ്ങ് എന്നിട്ട് ഇങ്ങോട്ട് വരാം. ഊമ്പനാടല്ലോ ചുരുളി ഇവിടെ ഇത്ര അമലിന്റെ സൈഡാ പറയുന്നേടാ. അങ്ങനെ ഒരു ചന്തി 5 കിലോ ഉണ്ട്. നടിക്കോട്ടിരി സോറി ഈ രണ്ട് സൈഡും വെയിറ്റ് ഉണ്ട്. അമ്മ അപ്പുറത്ത് ചെയ്യണം. അപ്പുറത്ത് വരാനാ ബാലൻസ് പിള്ളേര് കണ്ടോ ഈ സ്ഥലത്ത് വെച്ചാ പണ്ട് സ്പടിയിൽ ഷൂട്ട് ചെയ്ത് ഹോൺ വെച്ച് വണ്ടി ഇടിക്കത്തില്. ശരിക്കും പോലെ തോന്നിയില്ലേ? കൊക്കോ ചെടിയോ മയില് ഇതൊക്കെ വലിയ മരമായില്ലേ? റോഡ് മോശം അമലല്ലേ പറഞ്ഞ കിട്ടുന്ന ഇവിടാണ് കറക്റ്റ് ഷൂട്ട് ചെയ്തത്. ഇവിടെ വെച്ചാ വണ്ടി ഇടിക്കുന്നത് ഓൺ വെച്ച്. മോശം വെച്ചാൽ മാച്ചൻകോവിൽ റോഡ് എന്ന് പറഞ്ഞ ഓഫ് റോഡ് റോഡാണ്. പൊളിഞ്ഞ കിടക്കുമായിരിക്കും. പൊളിഞ്ഞ റോഡിൽ കൂടെ പുള്ളി വണ്ടി ഓടത്തില്ല. ഇനി ഹൈവേ കൂടെ മാത്രമേ വണ്ടി ഓടത്തുള്ളൂ. അത് ഈ വണ്ടി ഇതൊക്കെ മാറ്റി അലോയി മെയിൻ 40,000 മാറ്റി മുമ്പായിരുന്നു. സെറ്റ് ഇവിടെ വലിയ ടെമ്പറേച്ചർ കുറഞ്ഞ സ്ഥലം കോടയൊക്കെ ആയിരിക്കും. ഒരു വല്ലാത്ത എല്ലാം തിരിച്ചു വരുക. ഫെബ്രുവരി ചോദിക്കണം ചോദിച്ചിട്ട് കയറി പോയ പിന്നെ മൂടി കയറി പോകാൻ തമിഴ്നാട്ടുകാരെ ബാക്കി വരുന്ന മറ്റേ ബൈക്ക് വരുന്ന നീ പോവാ അങ്ങോട്ട് എന്തായാലും എസ്റ്റിനെ കൂടെ പോവാ. അത് എന്നൊരു റബ്ബർ ചേട്ടാ അങ്ങോട്ട് കയറ്റി വിടുവോ? ആണോ? സമയമുണ്ടോ? ആ ശരി പോയി നോക്കാം. അപ്പം അമല് പറഞ്ഞ പോലെ അതിന്റെ സംഭവിക്കും. ഇവരെ ആരെങ്കിലും കയറ്റി വിട്ടോന്ന് ചെയ്യാൻ നീ അങ്ങോട്ട് പോവാ. കയറ്റി വിട്ടില്ല വഴി ഉണ്ടാക്കി എനിക്കറിയാം. അല്ല വേറെ ടീമുണ്ട്. ഇതാണ് വരത്തെ ഷൂട്ട് ചെയ്തത്. ഈ ഗേറ്റ് അവസാനം കൂട്ടി കുമ്പി തെറ്റി പോകുന്നത്. ഇവരോട് ചോദിച്ചോക്കണം. ചോദിച്ചു മണ്ടേ എസ്റ്റേറ്റിനകത്ത് പോയാൽ പറ്റിയായിരുന്നു. മേളിൽ പോയാണോ? കേറാൻ പറ്റിയോ മേളില്? ഒരു വണ്ടിക്ക് കേറിയില്ലേ? അപ്പൊ നിങ്ങൾ ഒന്ന് കാണാനായിട്ടൊന്നല്ല ഉണ്ടോന്നറിയോ? ഇവിടുന്ന് അങ്ങോട്ട് അമ്പനാട് വരെ കാണാം, മെത്ത് വരെ. അതുപോലെ തന്നെ പിന്നെ അങ്ങോട്ട്. ഓക്കെ 500 രൂപ എന്റെ വണ്ടി കാണിച്ചു. കോട്ടയത്ത് നിന്നുള്ള വണ്ടി അത്. കൊല്ലംകാരല്ല. നാച്ചുറൽ ഫോഴ്സ് കുളിക്കുന്നതിന്റെ നാച്ചുറൽ ഊമ്പിയമാരെ മസ്കിസ്റ്റ് ഉള്ളി തെറ്റി കിടക്കുന്നത്. ഉണ്ട് പൂളുണ്ട്. ഇതാ കറക്റ്റ് മറ്റേ സൂര്യമാനന്ദ ഷൂട്ട് ചെയ്തത്. അല്ലേ കുളിക്കൂലെന്നല്ലേ ഉള്ളൂ. 100K സെറ്റ് ചെയ്യാൻ ഞങ്ങള് പല വഴിക്കും അവര് ട്രെയിനിങ്ങിന് പോവാ. നാട്ടുകാരെ പോലും നീട്ടാനൊന്നും പൈസ നോക്കില്ല. 3000 രൂപ തമിഴ്നാട്ടുകാർക്ക് എല്ലാം ഇവിടെ അറിയാൻ തോന്നല്ലോ. എല്ലാം തമിഴ്നാട് വണ്ടികളാണ്. വീഡിയോസ് റീൽസ് ശുദ്ധമായി
എന്നാ ഇതും തുറക്കും. കണ്ണി കണ്ട അറിയാത്ത അരുവിലൊക്കെ ചെന്ന് പോയി ചാടി ചത്തുപോയി. വെള്ളം നീ ഇങ്ങനെ അരുവിയുള്ളത് പുറത്ത് പോകുന്നിടത്തല്ല നീ അരുവി പൂഞ്ചാൻ പോകാനോ? ശ്രദ്ധ അതാണ് വേണ്ടുന്നത്. അല്ല ഒറ്റ ബുദ്ധിയും പൊട്ടത്തരം കൊണ്ട് ചെന്ന് അടിയാ ജീവൻ പോകും. ഓവർ കോൺഫിഡൻസ് കാണിച്ചാൽ മിക്കവാറും ഇങ്ങനെ വെള്ളത്തിലുള്ള എത്രയോ ചെറുപ്പക്കാരെ പിള്ളേരാന്നറിയാവോ ഈ വെള്ളത്തിൽ മുങ്ങി എത്ര മരിച്ചെങ്കിലും ചുമ്മാ എടുത്ത് ചാടി വെള്ളച്ചാട്ടവും അല്ലെങ്കിൽ കുളം കയത്തില് നമുക്ക് എത്ര നീന്താൻ അറിയാവുന്നവരാണെങ്കിൽ അവരെല്ലാം വിളിച്ച് ഒരു സന്ധി സംസാരമൊക്കെ നടത്തി വല്ല വീട്ടിലാണ് പോയി 2 ബക്കറ്റ് വെള്ളം പോയി മുഞ്ചാൻ. ഒരു കാര്യം ചെയ്യും, നേരെ വാ അവിടെ ഞാൻ ഇന്നാള് മുങ്ങിച്ചാവട്ടെ. എന്നെ പ്രിയേഷൻ കടലും കൂടെ വാ ഇച്ചിരി ഉള്ളതെന്ന് പറഞ്ഞു ഞാൻ പകുതി എത്തി ഞാൻ മുങ്ങിപ്പോയി. പിന്നെ അടിയിൽ ചെന്നിട്ട് ചെളിയിലൊക്കെ പൂണ്ടി ചവിട്ടി എങ്ങനെയായാലും ജീവിക്കണമെന്നല്ലോ എന്ന് പറഞ്ഞ് നീതി വന്നു. അല്ല 9 അന്ന് 8 പേര് 9 പേര് മരിക്കുമെന്ന് ഈ പ്രശ്നം വെച്ചായിരുന്നു. മരിച്ചാ മറ്റേ പയ്യൻ ഇനി ഒരാളുണ്ട് 9 അല്ല 9 അല്ല ചെളി നേരെ ഡൈവ് ചെയ്ത് നേരെ ഡൈവ് ചെയ്ത് ചെളി കൂട്ടിയിട്ട് അവിടെ അവിടെ സ്ഥിരം നിന്നവർക്ക് എളുപ്പമാണ്. കാരണം കാട്ടാനെ ലൈറ്റ് മാത്രം എടുത്തിട്ട് പോയോ കണ്ണുണ്ടോ അത് ഫെൻസിങ് ആനയെ പേടിച്ച് എത്ര ഫെൻസ് ചെയ്യുന്നു. സീനാണ് വൈകുന്നേരം വെള്ളം കുടിക്കാൻ ക്രോസ് ചെയ്യൂ. പിന്നെ കറണ്ട് ഉണ്ടെങ്കിൽ മിക്കവാറും എഴുതി വെക്കും. പൊട്ടി കിടക്കും. പക്ഷെ ഈ രാത്രി മാത്രമേ ഓണം കേട്ടോ. നൈറ്റ് ഉണ്ട് പകലില്ല. രാത്രി സമയമുണ്ട് ഇതിനൊക്കെ. അതിനാകുമ്പോൾ ചായലിനകത്ത് മരിച്ചാൽ കുമ്പി. ആണോ അങ്ങനെയല്ലേ? പിന്നെ രാത്രിയേ ഉള്ളൂ. 20 മണിക്കൂർ കുമ്പി പോകും. അതിന്റെ പൊട്ടറാണ് ഇപ്പൊ ഇവിടെ നിന്ന് അങ്ങോട്ട് ഊപ്പിടിക്കുന്നു. ആനയ്ക്ക് അങ്ങനെ പകല് രാത്രി മാത്രമേ ആന വരുത്തോളൂ. രാത്രി ആന പകൽ ഇന്നൊരെണ്ണം കേറുന്നുണ്ട്. അങ്ങനെ രാത്രി വെള്ളം കുടിക്കാൻ വല്ല സ്ഥലമാണ് മൈര. സംഭവം ഉണ്ട്. ഇവിടെ നിന്നാണ് മറ്റേ രാജകുമാർ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ശ്രീ മാരിയപ്പൻ ക്ഷേത്രം അമ്പലത്തിന്റെ ഏറ്റവും കൂടുതൽ അതല്ലേ പറഞ്ഞ ഏരിയ എന്ന് പറഞ്ഞാൽ അമ്പനാട് നിന്നാണ് ഏറ്റവും കൂടുതൽ. ഇവിടെ അമ്പനാടെന്നല്ല തെമ്മല ഈ ഡിവിഷനിൽ നിന്നാണ് രാമൻ തന്നെ ഏറ്റവും കൂടുതൽ രാജകുമാരെ പിടിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഈ കേരളത്തിൽ തന്നെ തെമ്മല ഡിവിഷനിൽ പെടുന്നതാണ് പിടിച്ചിട്ടുള്ളത്. മൂർക്കനും അങ്ങനെ തന്നെ. വിടുന്നത് കുളത്തുകൂടെ കാട്ടാ തെമ്മല കാവടി അപ്പുറത്ത് കാട്ടോടെ വിടുന്നത്. രാജകുമാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് മൈരുമാര് ഇഷ്ടം പോലെ. ഇപ്പൊ വലത്തെ സൈഡ് പറയും മൈരെ മര്യാദയ്ക്ക് വിറ്റിട്ട് മറ്റേ ടയറിനെ തരുന്നത്. അയ്യോ അങ്ങനെ പറ്റൂല. ഇനി ആര് കാശേരി കാശേരാ പോക്കറത്തിലേ മറ്റേതിനിട്ടാ പോലെയായിരുന്നു. ഓവർലോഡ് ചെയ്യാൻ പറ്റത്തില്ല. അത്രയുള്ള വിഷയം. ഞങ്ങൾ ഇറങ്ങി ബസ് കയറി വരണമായിരിക്കും. അമ്മന്റെ മുഖത്ത് കിട്ടിയോട് പോകാൻ പറ്റത്തില്ല. എടാ നമ്മൾ പണ്ട് ഇവിടെ വന്നപ്പോ കയറ്റി വിട്ടില്ല. സംഭവിക്കാൻ പോകുന്നത് കുഴപ്പമില്ല. അമ്മലിനെ ഞെട്ടൊന്ന് കാണിച്ച് അവരെ ഒന്ന് മൂപ്പിക്കാം. വിളിക്കാനുള്ള ആൾ റെഡിയാക്കി വെക്കാൻ. ശരിയാണല്ലേ? നീ മൂന്നാലോടെ പറഞ്ഞ ആരോ ഉണ്ടത് പറഞ്ഞ. നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് ബസ് സ്റ്റോപ്പ്. ഇതാണ് എസ്റ്റേറ്റ്. ഇതിന്റെ പഴയ സിനിമയൊക്കെ കാണുന്നത്. ഇവിടെ റൈറ്റ് ആണ്. മാമ്പഴത്തറ 10 കിലോമീറ്റർ നൈസാണ്. മാമ്പഴത്തറ വഴി നമുക്ക് വേണമെങ്കിൽ ഭയങ്കര സീനാണ്. മാമ്പഴത്തറ വഴി ആന മറ്റേ ഇവിടെ ചെന്ന് കയറാം. ഭയങ്കര സീനാണ്. അലിമുക്ക് ആവശ്യമില്ല. റോഡ് മോശം. മാമ്പഴം വേറെ അണ്ടി വേറെ കിടക്കും. ഒരു ദിവസം ഞങ്ങള് ആന എടുത്തിട്ട് പെരുക്കും. ഉച്ചക്ക് കപ്പയും എല്ലാവരും കഴിക്കാൻ വേണ്ടി ഞാനും സുഹൃത്തും ഇവനോടെ പോയി. അലിമുക്കിന്ന് തിരിഞ്ഞു പോയി. ഓർമ്മിക്കല്ലേ മേരെ നിന്റെ ഏതോ കൊണച്ചക്കാട്ടി കയറിച്ച് പോയി
ഒരു താഴ്ച അല്ലെങ്കിൽ പഞ്ചം കിടങ്ങിയ ഏതോ ഗുദാം ഇങ്ങോട്ട് തന്നെ ആയിരുന്നു മാപ്പ് റീസെന്റ് ആയതാണ്. സത്യം ഈ നാടൊക്കെ ഇവിടെ നിന്ന് വിട്ട് നിൽക്കുമല്ലേ. സത്യം പറഞ്ഞാൽ ഒരു സോംബി അറ്റാക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ആ കേറുന്നത് വലിയൊരു ഗേറ്റ് വെച്ച് അടച്ചു കഴിഞ്ഞാൽ സേവ് ചെയ്യല്ലേ. എങ്ങനെയെങ്കിലുമൊക്കെ ആൾക്കാർ വരും. കാട് വഴി കയറുന്ന റിസ്ക്കാടാ. മലയാളത്തിൽ ഏതോ സോപ്പി പടം വരുന്നെന്ന് പറഞ്ഞ് ഇറങ്ങുന്നുണ്ട്. ഡ്രോപ്പ് ചെയ്തു ആണോ? അതല്ല വേറെ ഫസ്റ്റ് സോപ്പി പടം എന്നൊക്കെ പറഞ്ഞിറങ്ങുന്നുണ്ട്. അതിന് വണ്ടിയിൽ റിസോർട്ട് വേണം. ഇത് ഹരികാപുരം വെച്ചതാണോ? അരി വറുത്ത് ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ എനിക്കറിയാം. വിളിച്ചു എല്ലാവരും പണ്ട് മനുഷ്യനായി. ആരെ കുത്തി പരിച്ച് എടാ മനേഷ് ബംഗ്ലാവ് ഇത് മുമ്പ് ഇതാ ബംഗ്ലാന്ന് പറഞ്ഞു. നമുക്ക് അതിനവിടെ കിട്ടിയൊരു വീട് മറ്റേ പ്രേതമുള്ളൊരു തിരുവനന്തപുരത്തൊരു അത് മോണക്കാട് ജഡ്ജി ബംഗ്ലാവ് ജഡ്ജിക്കുന്നു അത് ഇതുപോലെ ബംഗ്ലാവ്. ലാലിന്റെ തെറിയെല്ലാം കൂടെ കട്ട് ചെയ്യണമെങ്കിൽ തന്നെ ഇത് 10 വട്ടൊക്കെ ആവണം. കുറച്ച് സെൻസറി ഇത് കുറച്ച് വീഡിയോ കിട്ടുന്നുണ്ടോ? കുറച്ച് ഈ പ്രകൃതി ഇത് റെക്കോർഡ് ചെയ്യുന്നു. ആയില്ല പാറക്കോറിയോ ഇവിടെ ഇത്ര കൃഷി എങ്ങനെ സെറ്റില്ലേ ഒന്നര സമയം ഡിസൈൻ കിച്ചൺ പറ്റൂടാ. വീടായിരിക്കും. ഭംഗിയില്ലേ സെറ്റ്. ഇവിടെ ഫോട്ടോ എടുക്കാം. തിരിച്ചു വരുമ്പോ ഇറങ്ങിയാ പോലെ അല്ലെങ്കിൽ നമ്മൾ ലേറ്റ് ആയി അവിടെ പല സ്ഥലങ്ങളിൽ നമ്മൾ അങ്ങനെ പെട്ടെന്ന് പറഞ്ഞിട്ട് നമുക്കൊരു അബദ്ധം പറ്റിയ ക്ലാസ് എടുക്കണ്ടേ? ഉണ്ട് ക്ലാസ് ഇല്ലില്ല. എന്റെ ഒരു ഫ്രീ ക്ലാസ് അതെടുക്കണ്ടേ? ബാറ്ററി തീരാറായി. എടുത്തില്ലായിരുന്നു. ഇല്ല, മറ്റേത് സ്റ്റക്കായി പോയി. ഇത് കിട്ടുന്നില്ല. ഓക്കെ, അപ്പം പോയാം ഗൈസ്. വലിയൊരു എസ്റ്റേറ്റ് കേട്ടോ മുകളിൽ. എസ്റ്റേറ്റ് ബംഗ്ലാവ്. ലാൽ ഉറക്കാതെ നീക്കടാ മോൻ കഴിവ് പ്രകൃതി ഭംഗി ആസ്വദിക്കൂ. നമ്മള് പറഞ്ഞ കോടയൊക്കെ ഇപ്പൊ എത്തും. ഇത് പോയി കാണാനൊന്നും ഇല്ല. ഇതാണ് എക്സ്പീരിയൻസ്. അല്ലാതെ അവിടെ ചെന്നിട്ട് ഡെസ്റ്റിനേഷൻ കാണാം. ആനത്തെ എഴുന്നേക്ക് നോക്ക് ഇതൊക്കെ ഒന്ന് നീങ്ങുന്നു. അയ്യപ്പൻ കോവിൽ മറ്റേ സുഷല്ലോ അങ്ങനെ കണ്ടു പറഞ്ഞൊരു സീരീസ് ആയിട്ടുണ്ടോ? സുഴൽ അങ്ങനെയാണോ? ഇല്ലേ? ആ അതന്നെ അതെ, അടിപൊളിയാ. അത് അടിപൊളിയാ. കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? ആമസോൺ പ്രൈം അത് ഫുള്ളൊരു തമിഴ്നാട് വൈബ്. ഫാക്ടറി വർക്കേഴ്സിന്റെ റൂറൽ തമിഴ്നാട് വൈബ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിനകത്തൊരു തീം ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ഒക്കെയാണ്.
സസ്പെൻഷൻ ഇട്ട സ്റ്റോക്ക് വെച്ചിട്ട് ഈ അലോയി കറക്റ്റ് ആയിരിക്കത്തില്ല. ഇതെനിക്ക് മറ്റേ ഇന്നോവയിൽ പോകാണെന്ന് തോന്നുന്നു. ഭയങ്കര സ്മൂത്തായി. സ്മൂത്തായി. കിളി ടുടുടു ടുടുടു ചും 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 ചും. വർഷങ്ങളായി വണ്ടി ഓ എത്തുന്നില്ലേ? ഇതന്നെ നമ്മുടെ വഴി. കൊള്ളാം. വേറെ ഇവിടെ വഴികളാ. ആ അപ്പുറത്തോട്ടം കാണില്ല. അവിടെ നിന്നില്ല മാമ്പഴത്തറ റൂട്ടിലെല്ലാം തിരിഞ്ഞു പോകാമായിരുന്നു. വണ്ടി ഇറങ്ങി അങ്ങനെ വേണ്ടതല്ല, ചാണകം അത്. ഇവിടെ ഇട്ട് അത് കൊള്ളാം. ഇത് പശുവിന്റെ തീട്ടം. അത്യാവശ്യം നൈസ് റൂട്ടാട്ടോ. കൊണ്ട് ഒതുക്കി ഇടാൻ ഇവിടെ. ഇവിടെ ഇപ്പൊ നമ്മൾ പോകുന്നത് അമ്പനാട് വാട്ടർഫോളിലേക്ക്. ആ കുളിക്കാൻ പറ്റുമോ? നേരെ എസ്റ്റേറ്റിനകത്ത് കയറിയോ? ഇവിടെ കാണിക്കുന്ന വാട്ടർഫോൾ എസ്റ്റേറ്റിന്റെ ഗേറ്റ് ആയില്ല. അതൊരു ഗേറ്റ് ഉണ്ടോ അവിടെ? ഇതുവഴി തന്നെ നമ്മൾ പോയത്. ഞങ്ങൾ മറ്റേ ഇവിടെ ബൈക്ക് വരുന്നത് നല്ലത്. ഞങ്ങൾ ബൈക്കിൽ വന്നത്. അതാ ബൈക്ക് വരുന്നത് ആ ഒരു തടി ഇവിടെ വാട്ടർഫോൾ കാണിച്ചിരുന്നത് അത് പറ്റിപ്പോയി. ഏതാ ഇതോ? ഇവിടെ കാണിച്ചു. ഇവിടെ റോഡ് ഇപ്പൊ ഓഫ്ലൈനാണ്. ഞാനും ഓഫ്ലൈനാ. അതുപോലെ തന്നെ ആദ്യം റേഞ്ച് നിനക്ക് കഴിഞ്ഞുണ്ടോ? ഇല്ല ഇല്ല. എല്ലാവർക്കുണ്ട്. ആ എനിക്കുണ്ട്. 4G കാണിക്കുന്നുണ്ട്, പക്ഷെ അത് ഡേറ്റ ഇല്ല. ആ ശരി. BSNL 5G ഒന്നും വന്നിട്ടില്ലല്ലേ? 3G ഒന്നും വേണ്ട. ഇതാ നമ്മൾ അത് കഴിഞ്ഞിട്ട് അടുത്ത ചുരം കയറുവാണ്. അടുത്ത കയറി ചെല്ലുന്നത് അമ്പനാട് ഹിൽസ്. തേയിലത്തോട്ടത്തിലെത്തി നമ്മൾ. ഇവിടെ നിർത്തിയാലോ വണ്ടി? ഇവിടെ നിർത്തി. ഇപ്പൊ നിർത്തല്ലേ പോട്ടെ. സൂപ്പർ സ്ഥലം. അതിന് വെട്ടം പോയി കഴിഞ്ഞാൽ കൊള്ളാം. എന്തൊരു സൗണ്ട്? അത് മണ്ണി കയറി ഫോട്ടോ എടുക്കാം. പിന്നെ പോയി തേയില കണ്ടെങ്കിൽ നമ്മൾ മിനിമം ഇത് കഴിഞ്ഞാൽ പിന്നെ മൂന്നാറേ ഉള്ളൂ. വേണ്ട, രാജേട്ടൻ്റെ കടയുണ്ട്, അവിടെ നിന്ന് ഒരു കിലോ അങ്ങ് മേടിക്കും. അന്ന് നമ്മൾ പോയി അതേപോലെ. എവിടെ? എന്തോ എടാ നമ്മൾ പോയ ഇടം എന്താണ്? എടാ പൊന്മുടി പോയ അതേ സെറ്റപ്പ്. ആ വീതി കുറവുണ്ടെന്നേ ഉള്ളൂ. അയ്യായിക്ക് കിടന്ന ടയറാ അടിച്ച് കോണത്തിൽ കയറ്റിട്ട് വളിയും കേട്ടോണ്ട് തീരണോ. ഇടയ്ക്കൊരു വളി അമ്മ ഏത് സൈഡിലോട്ടോ ആ സൈഡ് പിടിക്കുക. ഈ ടയർ വിഷയമാകും. ആളെത്ര കയറിയ ഒരു കാര്യം ചെയ്യ്, നീ ഒറ്റയ്ക്ക് മൂഞ്ച്. അമ്മ ഒരു ബുള്ളറ്റ് എടുത്താൽ പോരായിരുന്നു. എന്ത് സിംഗിൾ സീറ്റ് അടിപൊളി. ഞാൻ പേടിച്ചു. ഇതാ ഇതിന്റെ തീട്ടം കണ്ടിട്ടാ ഞാൻ പറഞ്ഞു. മറ്റേ നമുക്ക് സിനിമയിലെ കാണാൻ പുറത്ത് ഇറങ്ങിട്ടെ കൊച്ചു പശു പശു അമ്പാടിപ്പൈകൾ തീരത്ത് അനുരാഗം കുത്തിയിടുമ്പോ ഇതൊക്കെ ഷൂട്ട് ചെയ്യുന്ന അന്യൻ സിനിമയിലെ സിനിമ ഇതൊക്കെ ഷൂട്ട് ചെയ്യുന്ന ഷൂട്ട് ചെയ്തോണ്ട് നീ ചെയ്യുന്നില്ലേ? ഉണ്ട്. 5 കൊലയും പണ്ണത് അവിടുന്ന് കണ്ടാ വെട്ടത്തിനിടയ്ക്ക് വണ്ടി ഇവിടുന്ന് എൻ്ററാണ്. പശു കുണ്ടിക്കുന്നത് എവിടുന്ന അവിടെ ഇങ്ങോട്ട് വരണം. ഓ ഇനി തിരിക്കാൻ പാടല്ലേ? സെറ്റ് ആയിരുന്നു വെട്ടം ഇല്ലേ? തിരിച്ചു വന്നാലോ? ഇതിൽ സെറ്റ് സ്പോട്ട് മേളിലുണ്ട്. ഞാൻ അവിടെ നിർത്താം. ഒന്നുകൂടെ റിവേഴ്സ് എടുത്തിട്ടൊക്കെ പശു ഒന്ന് ഇടിയൂടെ മേലോട്ട് പോട്ടെ. സമയമൊന്നും ആയില്ല. കാണാൻ സെറ്റ് ആയിരുന്നില്ലേ വെട്ടം? അല്ല ഇനി നല്ല വട്ടം വരത്തേ ഉള്ളൂ. ഓവർ വെട്ടമാണ്. ഗോൾഡൻ അവർ വരുന്നേ ഉള്ളൂ. എന്നെ നിന്റെ പറയണ്ടല്ലേ.
എല്ലാം അങ്ങനെയാണോടാ ആരിസിൻ. മുതലാളിക്ക് ആരെങ്കിലും കാച്ച ഉണ്ടെങ്കിൽ ഇതിനകത്ത് വെച്ച് കാച്ചി കുഴിച്ചിട്ടാൽ പോലും അറിയത്തില്ല. കാശുള്ള ഓരോ ഭൂപ്രദനം കഴിഞ്ഞു. പക്ഷെ അന്വേഷിച്ച് വരാൻ പറ്റത്തില്ലേ? തെളിവൊന്നുമില്ല. അല്ല ഇപ്പൊ ഒരാളെ കാണാതായി അയാളോട്ട് ലിങ്ക് ചെയ്യുമ്പോ അറിയാം അയാൾ ജോലി ചെയ്ത സ്ഥലം. വേറെ അയാൾക്ക് ബന്ധുക്കളോ വേറെ ആരും ഇല്ലല്ലോ. ഏതോ തെളിവ് ഒഴിപ്പിക്കാനാണ് പാട്. ഓടി കിട്ടിയില്ല. പിന്നെ ഇത്രയും പരിപാടികൾ കാശുള്ളവന്മാർക്ക് ചെയ്യണ ഇതിനകത്ത് നിന്ന് എവിടെ നിന്ന് കണ്ടുപിടിക്കുന്നു പറഞ്ഞത്. നീ കുനിഞ്ഞിർത്തി കണ്ടുപിടിച്ചു നടക്കത്തില്ല. ബോഡി ആളിലെ കൃത്യം ചെയ്യുന്നേ പറയും ബോഡി എത്താകെ ചെയ്യാൻ ആൾക്കാർക്ക് പറ്റും. ഇപ്പോഴത്തെ കാലത്തില്ല, പണ്ടത്തെ കാലത്ത് ഒരുപാട് പേരെ തട്ടി കാണാം. ഇഷ്ടംപോലെ തട്ടും. ഇപ്പൊ ലിങ്ക് പിടിച്ചും ഇത് ഫോണിന്റെ റേഞ്ച് പിടിച്ച് ലാസ്റ്റ് റേഞ്ച് ഒക്കെ പിടിച്ച് അങ്ങനെയൊക്കെ മണത്ത് വളർത്ത് വരാം. കളിക്കാൻ ഭയങ്കര പാടാണ്. ഇപ്പൊ എത്തി കാണും. റേഞ്ച് വന്നോടോ. കോള് കിട്ടുന്നുണ്ട്. ഹലോ എന്തോയി കറിയോ? വെളിയിൽ നിന്നൊരു ഫോട്ടോ എടുത്തിട്ടാണ്. നിങ്ങൾ എന്നിട്ട് അങ്ങോട്ട് വന്നു, എന്നിട്ട് ഓടി വരുന്ന ഒരു വീഡിയോ എടുത്തോ. റണ്ണിങ് ഷോ. അതിനകത്ത് കാലം എന്താ വേണ്ട, ഇതെങ്ങനെ തട്ടായിരിക്കുന്നത് നോക്ക്. നിങ്ങൾ ഇറക്കരുത്, ഇങ്ങനെ തന്നെ നോക്ക്. അവിടെ നിന്ന് ഇങ്ങനെ തലയിട്ട് നോക്ക്. എന്താ ഇത്രയും ഇത് ഇതിലിരിക്കുന്നതാണ് സൗണ്ട്. ഓ ഞാൻ വിചാരിച്ച് അടി പോകുവാണ്. അല്ല ഇവിടെ എല്ലാം കറുത്ത് കിടക്കുന്നുണ്ട്. ഇവിടെ ഞാൻ പറയുന്ന സംഭവം കൊടുക്കണം. പക്ഷെ അവിടെ ഇങ്ങനെ ആ ഹൊറിസോണ്ടൽ ലൈറ്റ് ഇട്ടേ. ആണോ? അവിടെ ഗേറ്റൊക്കെ ഞാൻ പറഞ്ഞ സ്ഥലം ആണോ? അയ്യോ ഗേറ്റൊക്കെ അടച്ചല്ലോ. ഗേറ്റല്ലേ അവിടെ തുറന്നിട്ടേക്കത്തില്ല. ആണോ? അടച്ചിട്ടേക്ക് വരിക. അന്നലെ പോയി സെറ്റ് നമ്മളൊരു വീഡിയോ ഒക്കെ എടുത്തോണ്ടിരിക്കുകയാണ് എന്നൊക്കെ. വേണ്ട, ക്യാമറ 500 രൂപ എന്ന് പറയും. ചോരുടെ അല്ല അമ്മലേ ചെല്ലില്ല. എനിക്ക് മുമ്പിൽ എന്നെ കണ്ട അപ്പം തുറക്കണം. 500 രൂപ ഇപ്പൊ തരാന്ന് പറ. കുറച്ചകത്തോട്ട് പോ. കയറ്റി വിടത്തില്ല, കയറ്റി വിടത്തില്ല. ആർക്കാ? നിങ്ങൾക്കാണ് പൈസ തരണ്ടേ? റെസീറ്റ് ഉണ്ടോ? ആ ഓ എന്താ എഴുതണ്ടേ? ഓ സോറി. പേര് ആ അല്ല അടുത്ത് എഴുതിയില്ല. അടുത്ത് ബുക്കിൽ എഴുതണം. ഇല്ലേ വണ്ടി നമ്പർ? അതെ ഇല്ല ഇവിടെ ഇപ്പുറത്ത്. ഓ ഫോൺ നമ്പർ വേണ്ട. കൊണ്ടുപോകും. എന്തുകൊണ്ട് വേണം? ഇല്ല അതെ, ഇത് മേളിലോട്ടുണ്ടോ? പേറ്റ് ടക്കിന് വരണോ? കൂടുതൽ ഓ പെട്ടെന്ന് വരും, പെട്ടെന്ന് പെട്ടെന്ന് വരും. വരണം. ഓക്കെ ഓക്കെ. ഇങ്ങോട്ടല്ലേ? എത്ര രൂപ കൊടുത്ത്? 500. യെസ്. പൈസക്ക് വേണ്ടിയാണോ? നല്ല പൈസ പിന്നെ കൊടുക്കണം അവിടെ. പക്ഷെ എന്റെ പൈസ കൊടുക്കണായിരുന്നു. ബൈക്ക് ഫ്രീ ആണോ? ഇപ്പൊ ഒന്നും കയറ്റി വിടത്തില്ല. ഇപ്പൊ എല്ലാം ഞങ്ങളൊന്നും കൊടുത്തൊന്നുമില്ല. അവർ പറഞ്ഞ് ബൈക്ക് നിങ്ങൾ റിസ്കി പൊക്കോളാൻ പറഞ്ഞു. ഇതിലെ കൂടെ ഈ വേറൊരു ഇടുങ്ങിയ വഴിയായിരുന്നു, ഇതല്ല വഴി. പോയി ബംഗ്ലാവ്
വ്യൂ പോയിന്റ് വലത്തോട്ട്. ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു ആ സാധനം. എന്ത് ആനയാ? അല്ല ഇവരെ കടത്തിവിടെ ഞങ്ങൾ പോയാ അവിടെ സാധാ അങ്ങോട്ട് പോവാൻ കാര്യം അണ്ണനെ ഇവരെ കൂടെ അങ്ങോട്ട് പോകുന്നു. സംസാരം ചൊറി എന്നുവെച്ചാൽ ഇത് മൊത്തം അങ്ങേറെയാണെന്നുള്ള പവർ. ഓ അത് എനിക്കിഷ്ടമല്ല. ഇത് കൊള്ളാം. മറ്റേ പറഞ്ഞിട്ട് അത് സെറ്റ് ആയത്. മയമുണ്ട് അങ്ങനെ ഇച്ചിരി മയമുണ്ട്. പിള്ളേരല്ല മയിലെ കയറ്റി 500 രൂപ മേടിച്ചിട്ട് കൊത്തി തിരികെ അതൊന്നും ഉത്തരന്ന് പറഞ്ഞോ? കേട്ടോ പറയുന്നത് തരാന്ന് പറഞ്ഞോ? തരാന്ന് പറഞ്ഞില്ലല്ലോ. തരാന്ന് പറയാം. സീനിയർ മാനേജേഴ്സ് ബംഗ്ലാവ് പ്രൈവറ്റ് റോഡ് ട്രസ്പാസേഴ്സ് വിൽ ബി ഷോട്ട് ഔട്ട്. ഇവിടെ കിടന്നിറങ്ങുന്നു ഈ പാമ്പ് കൂട്ടത്തിൽ ഈ മയിലുകൾ. സംഭവം തരാതെ പോകുന്നുണ്ട് ആൾക്കാർ. പൈസ കൊടുക്കാതെ പോകുന്നുണ്ട്. അതാ ഇക്ക പറഞ്ഞത്. ആ പുള്ളി ഉണ്ടായിരുന്ന പൈസ കൊടുക്കണ്ട, കയറി പോകാം. പക്ഷെ 500 രൂപ നിങ്ങൾക്ക് കൊടുക്കണം. ഇവിടെ എന്തിനാ ബംഗ്ലാവ്? അത് ഇനി കറങ്ങി തിരിച്ചു വരാം. ഇല്ല അവിടെ എന്താ തീരെ വളർന്നില്ല, തീരെ ഉണങ്ങി. ഇവിടെ ജില്ല ഷൂട്ട് ചെയ്യില്ല, ഫൈറ്റ് ഇല്ലേ? മോഹൻലാലിനെ അടിക്കാന്ന് അത് ശിവനും ശക്തി ആക്സിഡന്റ്. അപ്പ നീ അടിച്ചിട്ട് അടിയിലെ അവർ സത്തർക്കും, ഇനി ആക്സിഡന്റ് വേറെയാ. അതുപോലുള്ള സീനിവിടെ അടുത്ത് പൊട്ടന്മാരി ഫോണടിച്ച് പോകുന്നു. നിന്റെ അവസ്ഥ വന്ന മെസ്സേജ് മാറ്റിക്കോ, ടൂണോ നോട്ടിഫിക്കേഷൻ മാറ്റിക്കോ. വണ്ടി വരും. മഹേഷ് കുറച്ച് കളയുന്നുണ്ട്. 24 കൊട്ടാരക്കരയല്ലേ? ഞാൻ ഇറങ്ങി ഓടിയാണ്. ഇതൊക്കെ നമ്മുടെ കിട്ടണം. അടിച്ച് കാരൊക്കെ കൈ കൊടുക്കും. 200 വന്നിട്ട് അതാണ് വ്യൂ പോയിന്റ്. ഏത്? ആ പാറ. ഓ ഐ സി. ഇവിടൊക്കെ ആനയുണ്ടോ? ഇവിടെ ഇല്ല. ഇവിടെ അത് ഇത് കഴിഞ്ഞിട്ട് കാടുണ്ട്. പിന്നെ കുണ്ണ ആന ഇറങ്ങി ഇത് എസ്റ്റേറ്റ്. ഇത് കഴിഞ്ഞ് കാടുണ്ട്. സൈഡ് കൊടുക്കാൻ വേണ്ടി മാത്രം നമ്മളിവിടെ അവന്മാരുടെ ഇപ്പൊ അങ്ങോട്ട് പോയത് നമ്മളെ മുമ്പേ ഈ വണ്ടി മറ്റേ അല്ല വണ്ടി ആ 500 നമ്മളിച്ചിരി മുമ്പോട്ടങ്ങ് പോട്ടെ. വ്യൂ പോയിന്റ് ഇതല്ലേ വ്യൂ പോയിന്റ്? ഇവിടെ നമുക്ക് ഇച്ചിരി മുമ്പോട്ട് പോയി നോക്കാം എന്തെങ്കിലും ഉണ്ടോ. അതിൻ്റെ ഗൈസ് നമ്മളവിടെ അമ്പനാട് ഹിൽസിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ കയറാനൊക്കെ ഭയങ്കര ശോകമായിരുന്നു. നമ്മളുടെയൊക്കെ ഷോ കാണേണ്ടി വന്നു. നിങ്ങൾ വരുവാണെങ്കിൽ 4:30 മുമ്പ് വരിക. 500 രൂപ കൈവച്ചോളാം എൻട്രി ടിക്കറ്റ് ഒരു കാറിന്. പിന്നെ ഇപ്പം കാറ് കയറി പോകാൻ പറ്റത്തില്ല, കുടിക്കാൻ വെള്ളം പോലും കിട്ടത്തില്ല. അതെ, ചെറിയ വണ്ടികൾ കാറ് കയറി പോകാത്ത റോഡിൽ കൂടെ ഇപ്പം നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഏതോ വ്യൂ പോയിന്റ് ഉണ്ടെന്ന് പറയപ്പെടുന്നു. ലാല് സ്ലോ മോഷൻ കളിക്കുന്നു. യോ ബിഗ് ബി, യോ ബിഗ് ബി. എൻട്രി കർശനമായി നിരോധിച്ചിരിക്കുന്നു. രസമുണ്ടല്ലേ? ലാലിതോ ഇവിടം വരെ വന്നിട്ട് ശ്രമം ഉപേക്ഷിച്ച്. അതാ